ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലാൻഡ്സിൽ. ഡച്ച് പ്രധാനമന്ത്രി റോബ് യെറ്റനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് ₹3 പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ഡൽഹിയിൽ SIR നടപടികൾ ജൂൺ 30 ആരംഭിക്കും. അർഹരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി നെതർലാൻഡ്സിലെത്തി. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് സന്ദർശനം. ആംസ്റ്റർഡാം വിമാനത്താവളത്തിൽ ഡച്ച് വിദേശകാര്യമന്ത്രി ടോം ബെറൈറ്റ്സൺ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ സന്ദർശനത്തിന് ശേഷമാണ് ശ്രീ മോദി നെതർലാൻഡ്സിലെത്തിയത്. വിശദാംശങ്ങളിലേക്ക്. സന്ദർശനവേളയിൽ ഡച്ച് പ്രധാനമന്ത്രി റോബ് യെറ്റനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡച്ച് രാജാവിനെയും രാജ്ഞിയെയും സന്ദർശിക്കും. ഇന്ന് അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയും പ്രമുഖ ഡച്ച് കമ്പനികളുടെ സിഇഒമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. നെതർലാൻഡ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നാളെ സ്വീഡനിലെ ഗോതൻബർഗിലേക്ക് പോകും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സന്ദർശനത്തിന്റെ 4ാം പാദത്തിൽ പ്രധാനമന്ത്രി തിങ്കളാഴ്ച നോർവേയിലെത്തും. നോർവീജിയൻ പ്രധാനമന്ത്രിയോടൊപ്പം ഇന്ത്യ നോർവേ ബിസിനസ് ആൻഡ് റിസർച്ച് ഉച്ചകോടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. 3ാമത് ഇൻഡോ നോർഡിക് ഉച്ചകോടിയിലും ശ്രീ മോദി പങ്കെടുക്കും. തുടർന്ന് ചൊവ്വാഴ്ച ഇറ്റലിയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് സെർജിയോ മാറ്ററലയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അബുദാബിയിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഉന്നതതല ചർച്ച നടത്തുകയായിരുന്നു അദ്ദേഹം. UAEയിൽ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഇന്ത്യയ്ക്ക് പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹോർമുസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകളെ കടത്തിവിടാൻ ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് ₹3 പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. അതേസമയം ഡീസൽ കയറ്റുമതിയുടെ പ്രത്യേക അധിക എക്സൈസ് ഡ്യൂട്ടി ₹23 നിന്ന് ₹16.50 കുറച്ചതായി ധനമന്ത്രാലയം ഇന്നലെ പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ പ്രത്യേക അധിക എക്സൈസ് തീരുവ ലിറ്ററിന് ₹33 നിന്ന് ₹16 കുറച്ചു. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ അടുത്ത 2 ആഴ്ചത്തേക്ക് പ്രാബല്യത്തിലുണ്ടാകും. ആഭ്യന്തര ഉപയോഗത്തിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് ഡ്യൂട്ടി നിരക്കുകളിൽ മാറ്റമില്ല. വിദേശയാത്രകൾക്ക് സെസ്, നികുതി, സർചാർജ് എന്നിവ ചുമത്തുന്നത് സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ട് നിരസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശയാത്രകൾക്ക് അത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുക, വ്യവസായ സംരംഭങ്ങളിൽ ഏർപ്പെടുന്നത് ലളിതമാക്കുക തുടങ്ങിയവയ്ക്കുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്നും ആണവായുധം സ്വന്തമാക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി അവസാനിപ്പിക്കാനുള്ള കരാറുകൾ ഇറാൻ പാലിക്കുന്നില്ലെന്ന് ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് ആരോപിച്ചു. അതിനിടെ ചൈന സന്ദർശന വേളയിൽ അമേരിക്കയും ചൈനയും പ്രധാന വ്യാപാര കരാറുകളിൽ ഒപ്പുവെച്ചതായി US പ്രസിഡന്റ് അറിയിച്ചു. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ കാലാവധി 45 ദിവസത്തേക്ക് കൂടി നീട്ടാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. വാഷിംഗ്ടണിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനം. ജൂൺ 2, 3 തീയതികളിൽ തുടർ ചർച്ചകൾ നടക്കുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോട്ട് അറിയിച്ചു. എന്നാൽ മേഖലയിൽ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF നേതൃയോഗം ഇന്ന് ചേരും. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. അതിനിടെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി സ്വന്തം ജില്ലയിലെത്തിയ VD സതീശന് എറണാകുളം DCCയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഊഷ്മള സ്വീകരണം നൽകി. ഡൽഹിയിൽ പ്രത്യേക വോട്ടർ പട്ടിക പുതുക്കൽ തീവ്രയജ്ഞ നടപടികൾ ജൂൺ 30 ആരംഭിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അർഹരായ എല്ലാ വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക, അല്ലാത്തവരെ ഒഴിവാക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം.
ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പരിശീലനവും ആവശ്യമായ സാമഗ്രികളുടെ ക്രമീകരണങ്ങളും ജൂൺ 20 മുതൽ 29 വരെ നടക്കും. നിലവിൽ ഡൽഹിയിൽ 1.48 കോടിയിലധികം വോട്ടർമാരുണ്ട്. SIR പ്രക്രിയ പൂർത്തിയാക്കി